നമസ്കാരം ദോസ്തോ. 2025 മെയ് 10 ഇന്ത്യ പാക് സംഘർഷത്തിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം നടക്കുന്നു. പാകിസ്ഥാന്റെ DGMO, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, ഇന്ത്യയുടെ DGMOയെ ഉച്ചയ്ക്ക് 3:35 ഫോണിൽ ബന്ധപ്പെടുന്നു. ഈ സംഭാഷണത്തിൽ ഇരുഭാഗത്തു നിന്നും വൈകുന്നേരം 5 മണി മുതൽ കര, കടൽ, വ്യോമ മാർഗമുള്ള എല്ലാ മിലിറ്ററി നടപടികളും നിർത്തിവെക്കാനും അതോടെ വെടിനിർത്തലിനും ഇരു രാജ്യങ്ങളും തങ്ങളുടെ സന്നദ്ധത പ്രകടിപ്പിച്ചുവെന്നുമാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി പറയുന്നത്. എന്നാൽ പൊതുജനത്തിന് ഇതേക്കുറിച്ച് വിവരം ലഭിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നാണ്. രാത്രി മുഴുവനും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ചർച്ച നടന്നുവെന്നും തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും പെട്ടെന്ന് തന്നെ സമ്പൂർണ്ണ വെടിനിർത്തലിന് സമ്മതിച്ചതെന്നുമാണ് ട്രംപ് പറയുന്നത്. എന്നാൽ അല്പമണിക്കൂറുകൾക്കകം തന്നെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, പാകിസ്ഥാന്റെ സേനയെയും സർക്കാരിനെയും വിശ്വസിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാലങ്ങളായി തങ്ങളുടെ മണ്ണിൽ തീവ്രവാദം വളർത്തിക്കൊണ്ടുവന്ന പാകിസ്ഥാനെ പോലെ ഒരു രാജ്യം പെട്ടെന്നൊരു ദിവസം തങ്ങളുടെ ചെയ്തികൾ നിർത്തുമെന്ന് കരുതാനാകുമോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നോക്കൂ, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ TRF ആണ്. ഇത് മറ്റൊരു ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ ഒരു ഷാഡോ ഗ്രൂപ്പാണ്. പഹൽഗാം ആക്രമണത്തിന് പ്രതികാരം എന്നോണമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതും പാകിസ്ഥാനിലെ 9 വ്യത്യസ്ത തീവ്രവാദ പ്രദേശങ്ങൾ ആക്രമിച്ച് തകർത്തതും. വിശ്വാസയോഗ്യമായ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ 9 ഇടങ്ങളെ തെരഞ്ഞെടുത്തതെന്നും സാധാരണക്കാരുടെ വാസസ്ഥലത്തിനോ ജീവനോ ഹാനി സംഭവിക്കാത്ത വിധമാണ് ഓപ്പറേഷൻസ് നടത്തിയതെന്നുമാണ് വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ സേന പറഞ്ഞത്. 9 terrorist camps were targeted and successfully destroyed. The locations were so selected to avoid damage to civilian infrastructures and loss of any civilian lives. എന്നാൽ ഇതിനു മറുപടിയായി പാകിസ്ഥാൻ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് പാക് സർക്കാരും പാക് സേനയും തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരാണെന്നാണ്. And after India's precision strikes on terror camps in Pakistan and Pakistan-occupied Kashmir, Islamabad retaliated by shelling civilian villages along the line of control. തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? കാരണം എല്ലാ അന്താരാഷ്ട്ര പ്രോട്ടോകോളും അവഗണിച്ചുകൊണ്ട് ഭീരുക്കളെ പോലെ അവർ സാധാരണക്കാരെ ആക്രമിക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും നിയന്ത്രണ രേഖയ്ക്ക് സമീപം യാതൊരു പ്രകോപനവും കൂടാതെ തന്നെ പാകിസ്ഥാൻ സേന വെടിവെപ്പ് ആരംഭിച്ചിരുന്നു. ഇതുകൂടാതെ മോർട്ടാറുകളും ഷെല്ലുകളും ഉപയോഗിച്ച് ഇന്ത്യയിലെ സാധാരണ കുടുംബങ്ങളെ ബോംബിട്ട് തകർത്തു. അതിർത്തിക്ക് ഏകദേശം അടുത്തുള്ള ജില്ലയാണ് പൂഞ്ച്. അവിടെ ഏകദേശം 16 പേർ കൊല്ലപ്പെടുകയും 59 പേർക്ക് പാകിസ്ഥാൻ സേനയുടെ മനുഷ്യത്വരഹിതമായ ഷെല്ലിങ്ങിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ 44 പേരും സാധാരണക്കാരായിരുന്നു. Total of 16 civilians have been killed and 59 others have been injured in the attacks by. പൂഞ്ച് നിവാസികളായ ഹർചരൺ സിംഗ് പറയുന്നത്, അദ്ദേഹത്തിന്റെ സുഹൃത്ത് റിസ്വാനും കുട്ടികളും കാറിൽ പോകുമ്പോഴാണ് ഒരു ഷെൽ അദ്ദേഹത്തിന്റെ കാറിൽ വന്ന് വീണത്. 12ഉം 14ഉം വയസ്സുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഇൻഡിപെൻഡൻസിൽ വന്നൊരു ചിത്രം നോക്കൂ. 12 വയസ്സുള്ള നിഷ്കളങ്കരായ ഇരട്ടകൾ സയാനും സോയയും. പൂഞ്ചിൽ ബോംബ് വർഷമുണ്ടായപ്പോൾ ഇവരുടെ വീട്ടിലും ബോംബ് വീണു. അവിടെ നിന്ന് പിതാവിന്റെ കൈ പിടിച്ച് റോട്ടിലേക്ക് ഇറങ്ങി സുരക്ഷിതമായ ഇടത്തേക്ക് നീങ്ങവേ അവിടെ റോഡിലും ബോംബ് വന്നു വീഴുന്നു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇരുവരും ഇന്ന് ഈ ലോകത്തില്ല. ഇവരുടെ പിതാവ് റമീസ് ഖാൻ പരുക്കുകളോടെ ചികിത്സയിലാണ് ആശുപത്രിയിൽ. പൂർണ്ണ ബോധത്തോടെയും സാധാരണക്കാരെ ഇത്തരത്തിൽ ആക്രമിക്കുകയും നിഷ്കളങ്കരായ കുട്ടികളെ വരെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന സേനയെ തീവ്രവാദികൾ എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ പാകിസ്ഥാനിലെ ജനങ്ങൾക്കുള്ളതാണ്. ഈ ചാനലിൽ ഏകദേശം 6.5 to 7%, 6 മുതൽ 7% വ്യൂവേഴ്സ് പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. അവർക്ക് മുന്നിൽ ഈ വാസ്തവം എത്തിക്കുക എന്നത് പ്രധാനമാണ്. കാരണം അവരുടെ സർക്കാർ, അവരുടെ മാധ്യമങ്ങൾ, അവരുടെ സർക്കാർ ഇതൊന്നും അവരോട് ഒരിക്കലും പറയുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സേന പാകിസ്ഥാനിലെ 9 തീവ്രവാദ ഇടങ്ങൾ ആക്രമിച്ചു. അവയിൽ ചിലതിനെ നമുക്ക് ശ്രദ്ധയോടെ പരിശോധിക്കാം. മുരിദക്കയിലെ മർക്കസ് തയ്യിബ ഹാഫിസ് സയീദിന്റെ ആസ്ഥാനമാണ്. 2008 ഐക്യരാഷ്ട്രസഭ തീവ്രവാദിയായി പ്രഖ്യാപിച്ചയാളാണ് ഹാഫിസ് സയീദ്. 2012 അമേരിക്ക ഇയാളുടെ തലയ്ക്ക് $10 ദശലക്ഷം ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ഈ സെന്റർ ലഷ്കർ-ഇ-തോയ്ബയുടെ സിരാ കേന്ദ്രമാണ്. രണ്ടാമത്തെ കേന്ദ്രം മർക്കസ് സുബാൻ അല്ലാഹ്. ഇത് മസൂദ് അസ്ഹറിന്റെ ആസ്ഥാനമാണ്. ഇയാളെ 2019 ഐക്യരാഷ്ട്രസഭ തീവ്രവാദിയായി പ്രഖ്യാപിച്ചത്. ഇയാളുടെ തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ് ഉറവിടം. മൂന്നാമത്തെ ഇടം മുസ്ഫറാബാദിലെ സൈൽന ബിലാൻ ക്യാമ്പാണ്. ലഷ്കറിലും ജെയ്ഷയിലും ചേരുന്ന തീവ്രവാദികൾക്ക് ഇവിടെയാണ് ട്രെയിനിങ് നൽകുന്നത്. ആരാണ് ഈ പരിശീലനങ്ങൾ നൽകുന്നത്? പാകിസ്ഥാന്റെ പ്രത്യേക സേനകൾ.
നാലാമത്തെ കേന്ദ്രമാണ് മുസ്ഫറാബിയിലെ തന്നെ സവായി നാല ക്യാമ്പ്. ഇവിടെയാണ് പഹൽഗാമിലെ തീവ്രവാദികൾക്കുള്ള പരിശീലനം ലഭിച്ചത്. ബാക്കിയുള്ള 5 സ്ഥലങ്ങളും ഇതേപോലെ തന്നെയാണ്. ചിലത് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന ഇടമാണെങ്കിൽ മറ്റു ചിലയിടങ്ങൾ അവർക്ക് പരിശീലനം നൽകുന്ന ഇടങ്ങൾ, മറ്റു ചിലവ തെറ്റായ രീതിയിൽ മതം പഠിപ്പിക്കുന്ന ഇടങ്ങൾ. ഇവിടങ്ങളിലാണ് തീവ്രവാദ ആക്രമണത്തിന് അവരെ തയ്യാറാക്കുന്നത്. ഇത്തരം തീവ്രവാദി ആക്രമണങ്ങളിൽ ഇന്ത്യക്കാർ മാത്രമല്ല കൊല്ലപ്പെടുന്നത്, പാകിസ്ഥാനികളും മരിച്ചു വീഴുന്നു. ഓർമ്മയില്ലേ പെഷവാർ സ്കൂൾ കൂട്ടക്കൊല? 2014 നടന്ന ഹൃദയം തകർത്തൊരു തീവ്രവാദി ആക്രമണം. 132 കുഞ്ഞുങ്ങളുടെ ജീവനാണ് അന്ന് നഷ്ടപ്പെട്ടത്. The latest on that school tragedy in Pakistan, the death toll from the Taliban's horrifying attack topping 140, almost all of them young students. പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പായ TTP ആണ് ആ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം അന്ന് ഏറ്റെടുത്തത്. TTP എന്നതിന്റെ പൂർണ്ണ രൂപം തഹ്രീക് എ താലിബാൻ, പാകിസ്ഥാൻ എന്നാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ 2 വാർത്തകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ബന്ധം ഇതാണ്: ഒരു സ്ഥലം തീവ്രവാദത്തിന്റെ കേന്ദ്രമായി മാറുമ്പോൾ അവിടുത്തെ മക്കൾ പോലും സുരക്ഷിതരായിരിക്കില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റൊരു ലിങ്ക് നോക്കൂ. ടൈംസ് ഓഫ് ഇന്ത്യ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും പ്രസിദ്ധീകരിച്ചതാണ്. ഇതേ TTP തന്നെയാണ് പാകിസ്ഥാനിലെ 20 സൈനികരെ വധിച്ചത്. 2 പേരെ കൊന്നത് ബലൂച്ച് കലാപകാരികളാണ്. ഇതിൽ കുറച്ചു ദിവസം മുമ്പാണ് ബലൂച്ച് ലിബറേഷൻ ആർമി BLA ബോലാനിൽ ഒരു സൈനിക വ്യൂഹത്തെ ലക്ഷ്യമിട്ടത്. ഈ IED ആക്രമണത്തിൽ പാകിസ്ഥാന്റെ 8 സൈനികർ കൊല്ലപ്പെടുകയും 6 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ് ബലൂച്ച് സായുധ സേന പാകിസ്ഥാൻ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. അന്ന് 10 പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത്. It was the Baloch Liberation Army that has targeted a convoy of Pakistani officers. 10 Pakistani army personnel have been killed in this attack. ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് ഈ 20 വർഷത്തിനിടയിൽ TTP ഏകദേശം 80,000 പാകിസ്ഥാനികളെ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നാണ്. കരിവേലത്തിന്റെ മരത്തിൽ മാങ്ങയുണ്ടാവുന്നത് എങ്ങനെയെന്ന് ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തു. തീവ്രവാദ സംഘങ്ങൾക്കും സംഘടനകൾക്കും ഫണ്ടിങ്ങും പരിശീലനവും നൽകുന്നതിൽ പാകിസ്ഥാന് വലിയൊരു ചരിത്രമില്ലേ എന്നാണ് അവതാരക യൽദ ഹക്കീം ചോദിച്ചത്. You do admit, sir, that Pakistan has had a long history of backing and supporting and training and funding these terrorist organizations. അതിന് ഖ്വാജ ആസിഫ് ഉത്തരം നൽകുന്നത് 3 ദശകത്തോളം അവർ ഈ വൃത്തികെട്ട ജോലി ചെയ്തുവെന്നാണ്. അതായത് 30 വർഷത്തോളം അമേരിക്കയ്ക്കും ബ്രിട്ടനും അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടി തങ്ങൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. Well, we have been doing this dirty work for United States for about 3 decades, and West, including Britain. അതൊരു തെറ്റായിരുന്നുവെന്നും അതുകൊണ്ടാണ് തങ്ങൾ ഇത്രയധികം അനുഭവിക്കുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. That was a mistake and we suffer for that. 2019 മാർച്ചിൽ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഇക്കാര്യം സമ്മതിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ്സിന്റെ അമേരിക്ക നടത്തിയ അഫ്ഗാൻ യുദ്ധത്തോടെയാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് ദശകങ്ങളോളം ഇവിടെ പ്രവർത്തിച്ചു വന്നെന്നാണ് ഇമ്രാൻഖാൻ പറയുന്നത്. പഴയകാല തെറ്റ് ഇമ്രാൻഖാൻ സമ്മതിക്കുന്നുണ്ടെങ്കിലും നിലവിലെ യാഥാർത്ഥ്യത്തെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അത്തരം ജിഹാദി ഗ്രൂപ്പുകളെല്ലാം പാകിസ്ഥാനിൽ അടച്ചുപൂട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അവർക്കിവിടെ യാതൊരു ഇടവുമില്ല. ഖ്വാജ ആസിഫും ഇതുപോലെ തങ്ങളുടെ പഴയ തെറ്റിനെ അംഗീകരിച്ചെങ്കിലും നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് നിരാകരിക്കുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാനി ഭീകര സംഘടനയായ TRF ഏറ്റെടുത്തിട്ടുണ്ടെന്നും ഈ TRF ലഷ്കർ ഇ തോയ്ബയുടെ ഭാഗമാണെന്നും സ്കൈ ന്യൂസിന്റെ അവതാരക ഖ്വാജ ആസിഫിനോട് ചോദിച്ചപ്പോൾ Talking about an offshoot of Lashkar-e-Taiba. പാകിസ്ഥാനിൽ ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബ തന്നെ ഇല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. Let me tell you, Lashkar-e-Taiba is a name from the past. It is totally defunct. It does not exist. പാകിസ്ഥാന്റെ ഈ നിരാകരണശീലത്തെ കോൺഗ്രസ് നേതാവ് ശശി തരൂർ വളരെ നന്നായി തന്നെ തുറന്നുകാട്ടി. അദ്ദേഹം അൽ അറേബ്യ ചാനലിന് വേണ്ടി അഭിമുഖം നൽകിയായിരുന്നു. പാകിസ്ഥാൻ എല്ലാം തള്ളിപ്പറയുന്നതിൽ മാസ്റ്റർ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. Don't forget that Pakistan is a master of denial. 26/11 മുംബൈ ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് പാകിസ്ഥാൻ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു ഭീകരനെ പിടിച്ചതോടെ അവർ തങ്ങളുടെ പങ്കിനെ കുറിച്ച് സമ്മതിക്കേണ്ടി വന്നു. ആദ്യമൊക്കെ ഉസാമ ബിൻലാദനെ പറ്റി യാതൊന്നും അറിയില്ലെന്നായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് പാകിസ്ഥാന്റെ മിലിറ്ററി ബേസിന് സമീപം ഒരു പട്ടാള ക്യാമ്പിൽ നിന്നാണ് ഉസാമ ബിൻലാദനെ പിടികൂടിയത്. ഓപ്പറേഷൻ സിന്ദൂറിലും നിരവധി സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. അല്ലെങ്കിൽ ഇന്ത്യ എന്തിന് തിരിച്ചടിക്കണം? പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്ക് എന്തു കിട്ടാനാണ്? India is a status quo power. It wants nothing that Pakistan has
It is focused on growing its economy, improving its high technology, providing a future for its young people. It is entirely happy to be left alone by Pakistan, and it will leave Pakistan alone. ശശി തരൂർ പറഞ്ഞത് ഇതാണ്: ഈ ആക്രമണം വളരെ കൃത്യവും ആത്മനിയന്ത്രണം പാലിച്ചുള്ളതുമായിരുന്നു. ഒരു സാധാരണക്കാരന് പോലും ജീവഹാനി സംഭവിക്കാൻ നാം ആഗ്രഹിച്ചിരുന്നില്ല. ഒരു സാധാരണക്കാരനെയോ പട്ടാള കേന്ദ്രങ്ങളെയോ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല. ആക്രമണങ്ങൾ രാത്രിയിൽ സിവിലിയൻസ് ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് നടത്തിയത്. ആക്രമണങ്ങൾ നടത്തിയിടങ്ങൾ ഇന്ത്യ മാത്രമല്ല, അന്താരാഷ്ട്ര ഇന്റലിജൻസ് വൃത്തങ്ങൾ വരെ മാർക്ക് ചെയ്ത തീവ്രവാദ സൈറ്റുകളായിരുന്നു. ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അഥവാ FATF എന്ന സംഘടന ആഗോള കള്ളപ്പണത്തെയും തീവ്രവാദ ഫണ്ടിങ്ങിനെയും നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. രാജ്യങ്ങളുടെ തീവ്രവാദ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സംഘടന നിരവധി രാജ്യങ്ങളെ ഗ്രേ ലിസ്റ്റിലും ബ്ലാക്ക് ലിസ്റ്റിലും പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ 3 തവണയാണ് ഗ്രേ ലിസ്റ്റിൽ വന്നത്. അവസാനമായി ഗ്രേ പട്ടികയിൽ വന്ന് 2018 തങ്ങളുടെ നിലപാടുകൾ മെച്ചപ്പെടുത്താൻ പാകിസ്ഥാൻ FATFന് ഒരു ആക്ഷൻ പ്ലാൻ നൽകിയിരുന്നു. അതിൽ ഭീകരവാദ ഫണ്ടിങ്ങിനെയും കള്ളപ്പണത്തെയും പറ്റി 34 ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം പാലിക്കാമെന്ന വ്യവസ്ഥയിൽ 2022 ഒക്ടോബറിൽ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറ്റുന്നു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ വീണ്ടും എന്താണ് ചെയ്യാൻ തുടങ്ങിയെന്നോ? 2 മാസം മുമ്പുള്ള ഈ റിപ്പോർട്ടുകൾ നോക്കിയാൽ മതി. ഇന്റൽ ലാബിന്റെ GA ഇന്റലിജൻസ് റിസർച്ചർ ഡാമിയൻ സിമോൺ ഇന്ത്യ ടുഡേക്ക് ഒരു സാറ്റലൈറ്റ് ചിത്രത്തിന്റെ വിശകലനം നൽകിയിരുന്നു. അതിൽ നിന്ന് മനസ്സിലാവുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ ബഹാവൽപൂരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പ് 2011-12 2 വർദ്ധിച്ചതായി കാണുന്നു. ഇപ്പോൾ 18 ഏക്കറിലേക്ക് അത് വ്യാപിച്ചിരിക്കുന്നു. 2022 അവസാനത്തിലാണ് പാകിസ്ഥാനെ FATFന്റെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറ്റിയത്. അപ്പോൾ ഈ സൈറ്റിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നെയും വർദ്ധിച്ചു. ഇന്ത്യ ടുഡേയുടെ ഓപ്പൺ ഇന്റലിജൻസ് ടീം കണ്ടെത്തിയത് 2025 ഫെബ്രുവരി 16 ഉസ്മാൻ അലി ക്യാമ്പസിന്റെ ജെയ്ഷെ മുഹമ്മദിന്റെ ഒത്തുചേരലുണ്ടായിരുന്നുവെന്നാണ്. ഇവിടെയാണ് തീവ്രവാദികളുടെ റിക്രൂട്ട്മെന്റും ഫണ്ട് റേസിംഗും നടക്കുന്നത്. ഇനി 5 മാസം മുമ്പുള്ള ഈ റിപ്പോർട്ട് ഒന്ന് കാണാം. അതായത് 2024 ഡിസംബറിലെ സ്പെക്ട്രക്കിൾ ഡി മോണ്ടെ എന്ന പേരിൽ ഒരു ഫ്രഞ്ച് മാഗസിൻ ഉണ്ട്. അതിന്റെ എഡിറ്റർ ഇൻ ചീഫായ അന്റോണിയോ കൊളോണ ഒരു ലേഖനം എഴുതിയിരുന്നു. ജെയ്ഷെ മുഹമ്മദ് ട്രബിൾഡ് ഗെയിംസ് ഇൻ പാകിസ്ഥാൻ എന്നായിരുന്നു തലക്കെട്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്ലാനറ്റ് ലാബിന്റെ വെബ്സൈറ്റിൽ കാണിക്കുന്നത് ബഹാവൽപൂർ പ്രദേശത്ത് ജെയ്ഷെ മുഹമ്മദിന് 2 കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ്. ഒന്ന് മർക്കസ് സുബാനല്ല, രണ്ടാമത്തേത് ഉസ്മാനോ അലി മസ്ജിദ്. തീവ്രവാദികളെ വികലമായ രീതിയിൽ മതം പഠിപ്പിക്കുകയും അവർക്ക് പരിശീലനം ചെയ്യുകയും നൽകുകയും ചെയ്യുന്ന ഇടമാണ് ഈ 2 സ്ഥാപനങ്ങളും. സാറ്റലൈറ്റ് ചിത്രങ്ങൾ മാത്രമല്ല, ദൃക്സാക്ഷി വിവരണങ്ങളും സൂചിപ്പിക്കുന്നത് ഇത് വൻതോതിൽ നടക്കുന്നുവെന്നാണ്. അതിൽ തന്നെ ഒരു കോംപ്ലക്സ് നിലനിൽക്കുന്നത് പാകിസ്ഥാൻ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് 8 കിലോമീറ്റർ അകലത്തിലാണ്. റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു പുനരുദ്ധാരണം നടക്കുകയാണെന്നാണ്. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ പറഞ്ഞത് ബഹാവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ഭരണ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണെന്നാണ്. ബഹാവൽപൂരിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ ഷഹസായിബ് സയീദ് അവിടെ എത്തിയ ജേർണലിസ്റ്റുകളോട് പറഞ്ഞത് ഇത് സാധാരണ മദ്രസയാണെന്നും ഇതിന് ജെയ്ഷെ മുഹമ്മദുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു. 2022 ഒക്ടോബറിലെ ദി പ്രിന്റിലെ ഈ റിപ്പോർട്ട് ഒന്ന് കാണാം. ജെയ്ഷെ മുഹമ്മദ് 4 ഏക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നും ബഹാവൽപൂരിലുള്ള തങ്ങളുടെ കോംപ്ലക്സ് അവർ വിപുലീകരിക്കാൻ പോവുകയാണെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട 2 വൃത്തങ്ങൾ പ്രിന്റിനോട് പറയുന്നത്. ആ ഗ്രാമത്തിന്റെ തലവനായ സഹീദ് ചെന്നാറാണ് ഈ ഭൂമി അബ്ദുൾ റൌഫിന് വിറ്റത്. ഈ അബ്ദുൾ റൌഫ് മസൂദ് അസറിന്റെ സഹോദരനാണ്. 2010 അമേരിക്ക ഇദ്ദേഹത്തെ കൊടും തീവ്രവാദിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം 2008 ഇന്ത്യയിൽ നടത്തിയ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലെ ഉത്തരവാദി ഇയാളായിരുന്നു എന്നതാണ്. ഇപ്പോൾ ഇതേ അബ്ദുൾ റൌഫ് കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങിൽ പ്രാർത്ഥന നടത്തുന്നതായി ചിത്രത്തിൽ കാണാം. ഇതേ ചിത്രത്തിന് പിറകിലായി പാകിസ്ഥാന്റെ സൈനിക ഉദ്യോഗസ്ഥർ നിൽക്കുന്നതായും കാണാം. ഓരോ ശവപ്പെട്ടിയും പാകിസ്ഥാന്റെ പതാക കൊണ്ട് പുതപ്പിച്ചിരിക്കുന്നതായും കാണാം. അതായത് ഈ ഭീകരവാദികൾക്ക് ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാര ചടങ്ങാണ് നൽകുന്നതെന്നർത്ഥം. പാകിസ്ഥാൻ ഭരണകൂടത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? UK-യിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണർ വിക്രം ദുരൈസ്വാമി സ്കൈ ന്യൂസിനോട് സംസാരിക്കവേ ഈ ഫോട്ടോ ഉയർത്തി കാണിച്ചു. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും ഇതേ ഫോട്ടോ കാണിക്കുകയുണ്ടായി. ഇതിനേക്കാൾ കൂടുതൽ തെളിവ് എന്താണ് ഇനി വേണ്ടത്? കുട്ടികൾക്കുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു മാഗസിൻ ദി പ്രിന്റിന് ലഭിച്ചിരുന്നു. അതിന്റെ തലേക്കെട്ട് മുസൽമാൻ ബച്ചെ, മുസ്ലിം കുട്ടികൾ എന്നായിരുന്നു. അവിടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ ജിഹാദിനെ പിന്തുണയ്ക്കുന്നവരായി എങ്ങനെ മാറ്റുന്നുവെന്നാണ് കാണാനാകുന്നത്. 2022 ദി പ്രിന്റിന് നിരവധി ചിത്രങ്ങളും വീഡിയോകളും ലഭിച്ചിരുന്നു. അതിൽ നിന്ന് മനസ്സിലായത് ആ കൊല്ലവും ജെയ്ഷെ മുഹമ്മദ് ഭൂമി വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നാണ്. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം മനസ്സിലാകുന്നു: ശശി തരൂർ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% സത്യമാണെന്നാണ്. These are extremely well-known terror bases. The headquarters of the Jaish-e-Mohammed in Bahawalpur and the headquarters of the Lashkar-e-Taiba in Muridke. These are not innocent places.
ബാവൽപൂരിലെ ഇന്ത്യ ആക്രമിച്ച സൈറ്റ് വളരെ പ്രശസ്തമായ ഭീകര കേന്ദ്രമാണ്. 2022 ജനുവരി 3 പാക് അധീന കാശ്മീരിൽ ജെയ്ഷെ മുഹമ്മദ് ഒരു പൊതുയോഗം ചേർന്നു. 2021 ഡിസംബറിൽ ശ്രീനഗർ പോലീസിന് നേരെ ഭീകരാക്രമണം നടന്നിരുന്നു. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ഭാവിയിൽ ഇത്തരം ഭീകരാക്രമണങ്ങൾക്കുള്ള ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്തു എന്ന് പാകിസ്ഥാൻ സർക്കാരിനോട് ചില കാര്യങ്ങൾ നേരെ ചൊവ്വേ ചോദിക്കേണ്ടതുണ്ട്. ഇനിയും എത്ര തെളിവുകൾ നിങ്ങൾക്ക് വേണം? നിങ്ങളുടെ രാജ്യത്ത് തീവ്രവാദി ശക്തികൾ ഇപ്പോഴും സജീവമാണെന്ന് പറയാൻ. ഇതിൽ ആശ്ചര്യജനകമായ മറ്റൊരു കാര്യം, എങ്ങനെയാണ് പാകിസ്ഥാൻ ഭരണകൂടം FATF പോലുള്ള സ്ഥാപനങ്ങളെ പറ്റിക്കുന്നതിൽ ഇത്രയും വിജയിക്കുന്നത് എന്നാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, FATFന്റെ ട്വിറ്റർ ഹാൻഡിലിൽ പോയി അവരെ ടാഗ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ അവിടെ ചേർക്കണം. എന്നിട്ട് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ചേർക്കണമെന്ന് എഴുതണം. ഇവിടെ ചോദ്യം IMFന്റെ മേലും ഉയരുന്നു. അവർ $2.3 ബില്യൺ ലോൺ പാക്കേജാണ് പാകിസ്ഥാന് വേണ്ടി അനുവദിച്ചത്. AIMMA നേതാവ് ഒവൈസി പറയുന്നത് പാകിസ്ഥാൻ മനുഷ്യരാശിക്കൊരു ഭീഷണിയാണെന്നാണ്. അദ്ദേഹം ഈ ഫണ്ടിനെ ഇന്റർനാഷണൽ മിലിറ്റന്റ് ഫണ്ട് എന്നാണ് വിളിച്ചത്. माने ये इंटरनेशनल मॉनेटरी फंड नहीं, ये इंटरनेशनल मिलिटेंट फंड दे रहे हैं पाकिस्तान. അദ്ദേഹം IMFന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ഓർത്ത് ഞെട്ടൽ രേഖപ്പെടുത്തി. അമേരിക്ക, ജർമ്മനി, ജപ്പാനൊക്കെ എങ്ങനെ ഇതിന് സമ്മതം മൂളിയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. USA है, जर्मनी है, जापान है, ये कैसा है लोग इसको अग्री कर रहे हैं? हमारी जमीन पर, हमारे घरों पर, हमारे सिपाहियों पर हमले हो रहे हैं और इनको 1 बिलियन क्या है का लोन मिला रहा है. ഇത്രയും നേരം നമ്മൾ ജെയ്ഷെയുടെ കാര്യമാണ് സംസാരിച്ചത്. ഇനി ലഷ്കർ ഇ തോയ്ബയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാം. കുറച്ചു നാൾ മുമ്പ് NIA സുപ്രീം കോടതിയോട് പറഞ്ഞത് 2021 മുദ്ര തുറമുഖത്ത് എത്തിയ 2900 കിലോ ഹെറോയിൻ പിടിച്ചെടുത്തിരുന്നുവെന്നും അതിന്റെ വില 21,000 കോടി രൂപയാണെന്നുമായിരുന്നു. ഇത് ലഷ്കർ ഇ തോയ്ബയുടെ നാർക്കോ ട്രാഫിക്കിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നുവെന്നാണ് NIA സുപ്രീം കോടതിയിൽ പറഞ്ഞത്. നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് മയക്കുമരുന്ന് വിറ്റ് ഇന്ത്യയെ ദുർബലമാക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പണം ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയുമാണ് ഇവരുടെ ലക്ഷ്യം. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാരതി കോടതിയിൽ പറഞ്ഞത് നോക്കൂ, പഹൽഗാമിൽ നിഷ്കളങ്കരായ വിനോദസഞ്ചാരികളെ കൊന്നവർ ഇന്ത്യയോട് എന്താണ് ചെയ്തത്? അവർ പറയുന്നു ഇതുപോലെ നിരവധി കൺസൈൻമെന്റുകൾ ഇന്ത്യയിലേക്ക് ഇതിനു മുമ്പും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. ഈ മയക്കുമരുന്നുകൾ ഡൽഹിയിലെ നെബ്സറായിലും അലിപൂർ മേഖലയിലും വെയർഹൌസുകളിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇതെല്ലാം വിറ്റ് കിട്ടുന്ന പണം ലഷ്കർ ഇ തോയ്ബയ്ക്ക് അയച്ചു നൽകുന്നു. ജാമ്യത്തിന് അപേക്ഷ നൽകിയ കബീർ തൽവാർ ഈ മയക്കുമരുന്ന് സിൻഡിക്കേറ്റിന്റെ കണ്ണിയാണ്. അദാനി പോർട്ട് അധികൃതർ 2021 ഒക്ടോബറിൽ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് നവംബർ 15 മുതൽ തങ്ങളുടെ എല്ലാ ടെർമിനലുകളിലും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കാർഗോ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നത് നിർത്തിവെച്ചിരുന്നു എന്നാണ്. എന്നാൽ മാരിടൈം ഗേറ്റ്വേ.com എന്ന സൈറ്റിലെ 2021 വിവരങ്ങൾ അനുസരിച്ച് ഒരു മാസം പോലും ആകുന്നതിന് മുമ്പ് അവർ തങ്ങളുടെ തീരുമാനം പിൻവലിച്ചു. അവിടുന്ന് 7 മാസം കഴിഞ്ഞ് 2022 ജൂലൈയിൽ ഈ റിപ്പോർട്ട് നോക്കിയാൽ ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഒരു കണ്ടെയ്നറിൽ നിന്ന് 70 കിലോ ഹെറോയിൻ പിടികൂടുന്നു. അതിന്റെ വില 350 കോടി രൂപയാണ്. ഇത് എവിടെ നിന്നാണ് പിടിച്ചെടുത്തത്? മുദ്ര പോർട്ടിന്റെ പരിസരത്ത് നിന്ന്. 2021 മയക്കുമരുന്ന് പിടിച്ചെടുത്ത കേസിൽ ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നുവെന്നും റിട്ടയർഡ് കസ്റ്റം ഓഫീസറായിരുന്ന അദ്ദേഹത്തെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ പറഞ്ഞു. NIA തങ്ങളുടെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് നാർക്കോ ട്രാഫിക്കർ അഫ്ഗാനിലാണെന്നും അവർ പാകിസ്ഥാനിലെ ISIയുടെയും ഇറാനിയൻ ഇടനിലക്കാരുടെയും സഹായത്തോടെ 2,900 കിലോ വരുന്ന ഹെറോയിൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്കും പിന്നീട് ഇന്ത്യയിലേക്കും കയറ്റുമതി ചെയ്തുവെന്നാണ്. ഇത് ടാൽക്കം പൗഡറാണെന്ന വ്യാജേനയാണത്രേ ഇറക്കുമതി ചെയ്തത്. സിയ ഉൾ ഹക്കിന്റെ ഇസ്ലാമികവൽക്കരണ കാലത്ത് 1986 ലഷ്കർ ഇ തോയ്ബ രൂപപ്പെടുന്നത്. ഈ ഭീകര സംഘടന നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ വ്യക്തമാക്കുന്നു. 2001 ഡിസംബറിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2006 മുംബൈ ലോക്കൽ ട്രെയിനുകളിലെ ബോംബ് സ്ഫോടനം, 26/11 മുംബൈ ഭീകരാക്രമണത്തിലും ഇവരായിരുന്നു ഉത്തരവാദികൾ. ഇന്റർനാഷണൽ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആഷ്ലി ടെല്ലിസ് കാർണേജി എൻഡോവ്മെന്റ് ഫോർ പീസിന് വേണ്ടി എഴുതിയ ചെറിയൊരു ലേഖനത്തിൽ പറയുന്നത് തുടക്കം മുതലേ പാകിസ്ഥാൻ ലഷ്കർ ഇ തോയ്ബയോട് ചായ്വ് കാണിച്ചു വരികയാണെന്നാണ്. ലഷ്കർ ഭീകരനായിരുന്ന ഡേവിഡ് ഹെഡ്ലി പറഞ്ഞത് 2008 മുംബൈ ആക്രമണത്തിനായി ഹെഡ്ലി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസർമാരുമായി ചേർന്ന് പ്രവർത്തിച്ചുവെന്നാണ്. ഒരു കാലത്ത് ലഷ്കർ ഇ തോയ്ബ തങ്ങളുടെ ചാരിറ്റി വിങ് ആരംഭിച്ചിരുന്നു, ജമാഅത്തെ ഉദ്ധവ. എന്നാൽ അമേരിക്ക, ഓസ്ട്രേലിയ, ഐക്യരാഷ്ട്രസഭ എന്നിവയുടെ അഭിപ്രായത്തിൽ ഇവ രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഈ രണ്ട് സംഘടനകളും നിരോധിക്കപ്പെട്ടു. 2019 പാകിസ്ഥാനും ജമാഅത്ത് ഉദ്ധവയെ നിരോധിച്ചു. എന്നാൽ 2022 ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് നോക്കൂ. ഇത് പാകിസ്ഥാന്റെ സുരക്ഷാ സംവിധാനത്തിലെ ദേശീയ ഇസ്ലാമിക ലക്ഷ്യങ്ങളുമായി ചേർന്ന് പോകുന്ന ഏക ജിഹാദി സംഘടനയാണിതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. പറയപ്പെടുന്നത് ബലൂചിസ്ഥാനിൽ തങ്ങളുടെ അജണ്ട നടപ്പാക്കുന്നതിന് പാകിസ്ഥാൻ ലഷ്കർ ഇ തോയ്ബയെ ജമാഅത്ത് ഉദ്ധവയെ കൂട്ടുപിടിക്കുന്നുവെന്നാണ്.
പാകിസ്ഥാനിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ പോരാടാനും ഇവരെയാണ് പാകിസ്ഥാൻ നിയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, തങ്ങൾക്ക് നേരെ വരുന്ന ഓരോ ഭീഷണിയെയും നേരിടാൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് തീവ്രവാദ സംഘങ്ങളെയാണ്. ഒരു രാജ്യത്തിന് ഇതിൽ പരം എന്ത് ദുര്യോഗമാണ് വരാനുള്ളത്? ഇതുകൊണ്ടാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ കണ്ണു തുറക്കേണ്ടത് അത്യാവശ്യമാവുന്നത്. ഇതുകൊണ്ടാണ് പാകിസ്ഥാൻ ഒരു നരകമായി തീർന്നത്. 2024 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് നോക്കുക. ഈ പട്ടികയിൽ 163 രാജ്യങ്ങളാണുള്ളത്. അതിൽ പാകിസ്ഥാന്റെ റാങ്ക് 140. പാകിസ്ഥാനിൽ ജീവിക്കുന്നത് തീർത്തും സുരക്ഷിതമല്ലാതായി തീർന്നിരിക്കുന്നു. പാകിസ്ഥാന്റെ സ്വന്തം റിപ്പോർട്ടുകളും ഇതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇസ്ലാമാബാദ് കേന്ദ്രമാക്കിയുള്ള സ്ഥാപനമായ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസിൽ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് പാകിസ്ഥാനി സൈന്യത്തെ സംബന്ധിച്ച് 2024 കഴിഞ്ഞ 10 വർഷത്തേക്കാൾ ഏറ്റവും അപകടകരമായ വർഷമാണെന്നാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പാകിസ്ഥാനിൽ 40% ആക്രമണങ്ങൾ വർദ്ധിച്ചു. മൊത്തത്തിൽ 905 സംഭവങ്ങൾ. അതിൽ 444 ഇസ്ലാമിക് ഭീകരാക്രമണങ്ങളായിരുന്നു. അതിൽ പട്ടാളക്കാർ, പോലീസുകാർ അടക്കം 685 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ മരിച്ചവരിൽ 927 സിവിലിയൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ ദശകങ്ങളായി ഇത്തരത്തിൽ പാകിസ്ഥാനികളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അധികാര കൊതിയന്മാരായ രാഷ്ട്രീയക്കാർ അനാവശ്യമായി ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നു, തങ്ങളുടെ മുഷ്ടിബലം കാണിക്കുന്നു, അങ്ങനെ തങ്ങളുടെ രാജ്യത്തെ ഏകാധിപതികളാകാൻ ശ്രമിക്കുന്നു. ഭരണഘടനയെക്കുറിച്ച് യാതൊരു അന്തവുമില്ല. എത്ര നിയമങ്ങൾ നടപ്പാക്കി, എത്ര റദ്ദാക്കിയെന്നോ ജനാധിപത്യത്തെക്കുറിച്ചോ യാതൊരു അറിവുമില്ല. ജനാധിപത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പാകിസ്ഥാനി പ്രധാനമന്ത്രിയും തങ്ങളുടെ 5 വർഷം ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. ചിലരെ വെടിവെച്ചു കൊന്നു, ചിലരുടെ കസേര മറിച്ചിടുന്നു, ചിലരെ തൂക്കിലേറ്റുന്നു, മറ്റു ചിലരെ പലായനം ചെയ്യിക്കുന്നു, മറ്റു ചിലരെ ജയിലിലടയ്ക്കുന്നു. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്നും ജയിലിലാണ്. റിപ്പോർട്ടുകൾ പറയുന്നത് ജയിലിൽ അദ്ദേഹം പീഡനങ്ങൾ നേരിടുന്നു എന്നാണ്. തിരഞ്ഞെടുപ്പുകൾ നീതിയുക്തമായി നടക്കാറില്ല. തിരഞ്ഞെടുപ്പുകളും രാജ്യത്ത് തമാശയായിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കുന്നു. 2023 മാർച്ചിൽ കറാച്ചിയിൽ എന്താണ് ഉണ്ടായതെന്ന് നോക്കൂ. 11 പേർ തിക്കിലും തിരക്കിലും പെട്ടുമരിച്ചു. അതിൽ 5 സ്ത്രീകളും 3 കുട്ടികളുമാണ് മരിച്ചത്. റംസാൻ കാലത്ത് സൗജന്യ ഭക്ഷണ വിതരണം നടത്തിയ സ്ഥലത്താണ് തിക്കിലും തിരക്കിലും പെട്ട് ജനങ്ങൾ മരിച്ചത്. അതേ സമയത്തെ മറ്റൊരു വാർത്ത കാണാം. ഖൈബർ പഖ്തൂൺഖ്വയിൽ ചർസദ്ദയിൽ സൗജന്യമായി ആട്ട വിതരണം ചെയ്യുകയായിരുന്നു. തിക്കും തിരക്കും ഉണ്ടായി. അതിലൊരാൾ കൊല്ലപ്പെടുകയും 8 പേർ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സൗജന്യ ആട്ടയ്ക്ക് വേണ്ടി വരി നിന്ന് ജനങ്ങൾ തിക്കിലും തിരക്കിലും പെട്ടുമരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കാണുമ്പോൾ ഫ്രഞ്ച് വിപ്ലവമാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾക്കറിയുമോ, ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുന്നതിന് മുമ്പ് 1775 ഫ്രാൻസിൽ ആട്ടയ്ക്ക് വേണ്ടി യുദ്ധം നടന്നു. ആട്ടയ്ക്ക് വേണ്ടി ജനം വാസ്തവത്തിൽ ഒരു യുദ്ധം ചെയ്തിരുന്നു. പാകിസ്ഥാനിൽ ഇതുപോലെ വല്ല വിപ്ലവവും വരാനുണ്ടോ? അങ്ങനെ ഒരു വിപ്ലവം വരാനുണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം ഓർക്കണം. ഈ മതഭ്രാന്തുണ്ടല്ലോ, എല്ലാ കാര്യത്തെയും മതവുമായി കൂട്ടിക്കെട്ടാനുള്ള പ്രവണത, അതില്ലാതാകേണ്ടത് അത്യാവശ്യമാണ്. രാഷ്ട്രീയത്തിൽ എത്രത്തോളം മതമുണ്ടോ നിങ്ങൾ അത്രത്തോളം തന്നെ വിഡ്ഢികളായിക്കൊണ്ടിരിക്കും. ഫവാദ് ഖാൻ, മാഹിറ ഖാൻ പോലുള്ള സെലിബ്രിറ്റികളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് ആകുലതയുണ്ടെങ്കിൽ അതിനെ മെച്ചപ്പെട്ടതാകാൻ ശ്രമിക്കൂ. നിങ്ങളുടെ സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവണം. പാകിസ്ഥാൻ ഒരു തീവ്രവാദി രാഷ്ട്രമാകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളുടെ സർക്കാരിനോട് ചോദിക്കൂ. എന്തിനാണ് ഈ ഭീകര കേന്ദ്രങ്ങളെ പാകിസ്ഥാനി സേന ഇത്രയും പിന്തുണയ്ക്കുന്നതെന്ന് ചോദിക്കൂ. ഈ വീഡിയോ നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. बहुत बहुत धन्यवाद.